ഈദ് ആഘോഷങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ ഒരു കൂട്ടം ആളുകൾ പലസ്തീൻ പതാക ഉയർത്തി മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. സംഭവത്തിൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തി 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകെ 60 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഈദ്ഗാഹിൽ നിന്ന് ലണ്ടാഘറിലേക്ക് പലസ്തീൻ പതാക ഉയർത്തിയും അവരെ പിന്തുണച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രകടനം നടത്തിയതാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട 3 പേർ ഒളിവിലാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ തോതിൽ വൈറലായിരുന്നു. ഇതിനു പിന്നാലെയാണ് UP പോലീസ് കേസെടുത്തത്. വൈറലായ പ്രകടനത്തിന്റെ വീഡിയോ ദൃശ്യം പോലീസ് വിശകലനം ചെയ്യുന്നുണ്ടെന്നും ബാക്കിയുള്ള പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ വഴി ചില യുവാക്കൾ മറ്റൊരു രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഒരു വീഡിയോ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഈ വിഷയം അന്വേഷിച്ചു വരികയാണെന്നും കഴിഞ്ഞ ദിവസം SP വ്യോമ ഭിതൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകടനം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തത്. അംബാല റോഡിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ഒരു കൂട്ടം യുവാക്കൾ വിദേശ പതാക വീശിയ സമയത്ത് പോലീസും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഉടൻ വിഷയത്തിൽ ഇടപെട്ട പോലീസ് പതാക പിടിച്ചെടുത്തുവെങ്കിലും എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അടുത്തിടെ ജമ്മു കശ്മീരിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുത്തിരുന്നു. ബുദ്ഗാമിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിലാണ് നടപടി. ആക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ക്രമസമാധാന നില തകർക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് പരിപാടിയുടെ സംഘാടകർക്കും അതിൽ പങ്കെടുത്തവർക്കുമെതിരെ കശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാലുടൻ BJPയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. പ്രസിഡന്റിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ പ്രക്രിയ മാർച്ച് 15-ന് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ പാർലമെന്റ് സമ്മേളനം കാരണം വീണ്ടും കാലതാമസം നേരിട്ടുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു. 13 സംസ്ഥാനങ്ങളിലെ സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അതത് സംസ്ഥാനത്തെ പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ UP, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിക്കും. 19 സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ച ശേഷം പാർട്ടിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കും. BJP പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിന് 50% സംസ്ഥാനങ്ങളിലും സംഘടനാ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ്.